ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്ന് ജോലിയും പരിപാടികളൊക്കെ തീർത്ത് ഞാൻ പോവാണ്. അപ്പോൾ നാളെ ഉണ്ടല്ലോ എനിക്ക് ലീവാണ്. എനിക്ക് തേഴ്സ്ഡേ ആണ് കേട്ടോ വീക്ക് ഓഫ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് വീക്ക് ഓഫ് വരുന്നത്. അപ്പോൾ അന്ന് ഇക്കാൻ്റെ വീട്ടുകാരെയും അതുപോലെ എൻ്റെ വീട്ടുകാരെയും നമ്മുടെ വീട്ടിലേക്ക് ചെറിയൊരു സൽക്കാരമാണ്. അപ്പോൾ എൻ്റെ ഉമ്മയും ഇപ്പയൊക്കെ ഹജ്ജിന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ എല്ലാവരും കൂടി ഒന്ന് കൂടാന്നുള്ള രീതിയിൽ അപ്പോൾ നാളെയാണ് ആ ഒരു പരിപാടി. അപ്പോൾ ഇന്നത്തെ ജോലിയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, നാളത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് യൂണിഫോം ആണോ എന്ന്. ഞാൻ കഴിഞ്ഞ 3 വീഡിയോയിലും ഒരേ ഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു 10 ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് എടുത്ത ദിവസങ്ങളിൽ ആ ഡ്രസ്സായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. ആ ഡ്രസ്സ് ഇടുന്ന ദിവസം വീഡിയോ എടുക്കണമെന്ന് തോന്നും, എന്താണെന്നറിയില്ല. ഇതിപ്പോൾ വേറൊരു ഷർട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു അത്. കണ്ടില്ലേ പുറത്തോട്ട് നോക്കുമ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ പുറത്തോട്ട് അധികം കേട്ടൻ ഇങ്ങനെ താത്തിയിടും. ചില സമയത്ത് ഇങ്ങനെ പൊക്കിയിടുമ്പോൾ നമുക്ക് പുറത്തോട്ടുള്ള വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കാം. ഇവിടുന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു വീട് കാണുന്നുണ്ട് കേട്ടോ. ആ വീട് കാണുമ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ കൊതിയാവും. പിന്നെ വീട്ടിലെത്തിയിട്ട് കിച്ചണൊക്കെ ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. വേറെ ഒരു പരിപാടിയും അന്ന് ചെയ്തില്ല. ബാക്കി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഫുൾ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ്. ഇന്നലെ വന്ന സമയത്ത് കിച്ചണിൽ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി. പിന്നെ ജസ്റ്റ് അങ്ങനെ പുറം ഭാഗമൊക്കെ ഒന്ന്, അതായത് നമ്മുടെ സിറ്റ് ഔട്ട് പോർച്ച് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അത്രയും കാര്യങ്ങളൊക്കെയും ചെയ്തിട്ടുണ്ടായിന്. അപ്പം ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇക്ക ലീവാണ്, എനിക്കും ലീവാണ് കേട്ടോ. ഇതൊരു തേഴ്സ്ഡേ ആണ്. ഇതാ ഇത്രയും പണികളുണ്ട്, ഇത് മൊത്തം വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു ആവേശത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ബിഫോർ പിക്ക് എടുത്ത് വെച്ചാണ്. അപ്പോൾ ഞാൻ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പൊടി വാട്ടിയിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അത്രയും നേരം വെറുതെ ഇരിക്കണമല്ലോ. അപ്പോൾ അലക്കാനുള്ളതൊക്കെ പെറുക്കി അലക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. അപ്പോൾ ഓരോരോ പണികളായിരിക്കും. ഈ പറഞ്ഞതുപോലെ എല്ലാം കയ്യിൽ നിന്ന് പോയൊരു സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. പുറംഭാഗം ആദ്യം വൃത്തിയാക്കും. പുറംഭാഗം ഇന്നലെ തന്നെ വൃത്തിയാക്കിയത് കൊണ്ട് ഇന്നിപ്പോൾ ഞാൻ അതിലോട്ട് നോക്കുന്നില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഫുഡിനുള്ള കാര്യങ്ങൾ പത്തിരിക്കൊക്കെ ഉള്ളതാക്കി വെച്ചിട്ട് പിന്നെ ലോണ്ട്രി പരിപാടിയിലേക്ക് പോവാണ്. എന്താ പറയുക, ഫേസൊക്കെ ഭയങ്കര ടയേർഡായിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ അത്. അന്ന് അതിൻ്റെ തലേന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ഉള്ള പരിപാടികളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നോരോന്നായിട്ട് ചെയ്യുകയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് തിളപ്പിക്കാൻ വെച്ചപ്പോൾ അത് കരിഞ്ഞു പോയതാണ്. ഞാനത് തേങ്ങയൊക്കെ ഒഴിച്ച് നല്ലൊരു കറിയാക്കി എടുത്തു. പിന്നെ എന്താ കുറച്ച് പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. പിന്നെ ഇന്ന് ലഞ്ചിന് നമുക്ക് കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചോറ് കറിയൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിയാണ് എല്ലാവരോടും വരാൻ പറഞ്ഞത്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓർഗനൈസിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുക. അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിച്ചിട്ട് വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. അതാണ് മെയിനായിട്ടുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പുറം ഭാഗമൊക്കെ നല്ല വൃത്തിയുള്ളത് കൊണ്ട് തന്നെ ഇനി ഉള്ളിലെ പണി മാത്രം നമുക്ക് ചെയ്താൽ മതി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല വെയിലുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് പറഞ്ഞതുപോലെ ഭയങ്കര വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അന്ന് ആ ഒരു ടൈമിനായിരുന്നു കേട്ടോ ഇത്. വെയിലാകുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നമ്മുടെ പരിസരമൊക്കെ നല്ല വൃത്തിയുണ്ടാകും. പക്ഷേ രാത്രി കിടക്കാനൊക്കെ ഭയങ്കര ടാസ്ക് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇനി മൊത്തത്തിൽ ഓരോ ഭാഗങ്ങളായിട്ട് അടിച്ച് വാരി തുടച്ച് അങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ്. പിന്നെ ഇക്കയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കയും ഓരോരോ പണികളൊക്കെ ചെയ്യുകയാണ്. ഓരോ ഭാഗം ഓരോരുത്തരായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ലോണ്ട്രി, പാത്രം കഴുകൽ പണികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഓരോ റൂം അല്ലെങ്കിൽ ഓരോ ഏരിയ ആയിട്ട് ക്ലീൻ ചെയ്ത് പിന്നെ അങ്ങോട്ടേക്ക് പോകണ്ടല്ലോ, ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇവിടെ നന്നായിട്ട് പൊടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ക്ലീൻ ചെയ്താണെങ്കിലും പോലും നേരം വെളുക്കുമ്പോഴേക്കും പിന്നെ അവിടെ ഫുൾ പൊടിയായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മോപ്പ് ചെയ്തിട്ടാൽ പിന്നെ അങ്ങ് വൃത്തിയായി. വൈറ്റിനേക്കാളും സീനാണ് ബ്ലാക്ക്. ബ്ലാക്കിലാകുമ്പോൾ പൊടി അങ്ങനെ എടുത്ത് കാണിക്കുമല്ലോ. പിന്നെ ഹോള് ആദ്യം തന്നെ ഈ ടേബിൾ ഇങ്ങനത്തെ പരന്ന പ്രതലങ്ങളൊക്കെ നമ്മളങ്ങ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പകുതി വൃത്തിയാകുമല്ലോ. സോഫ, ടേബിള്, അതുപോലെ സൈഡ് ടേബിൾസൊക്കെ ഉണ്ടെങ്കിൽ അത്, ബെഡ്, അങ്ങനത്തെ പ്രതലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാം അങ്ങ് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഫ്ലോർ അടിക്കുക, തുടയ്ക്കുക. അങ്ങനെ
ഇവിടെ ചായ കുടിച്ചതിൻ്റെതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഭാഗമായിട്ട് വൃത്തിയാക്കി ആ ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടു. ശരിക്കും ഓരോരുത്തർ ഫുഡ് കഴിച്ചെണീറ്റ് പോകുന്ന സമയത്ത് തന്നെ ആ ഒരു ചെയർ നന്നാക്കിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം വൃത്തിയായിട്ട് കീപ്പ് ചെയ്യാമല്ലോ. പിന്നെ ഇവിടെ എന്തായാലും വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അത്രയും സാധനങ്ങൾ. അപ്പോൾ ഫിസൂൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓനെയും വിളിച്ചിട്ട് എല്ലാം എടുക്കാനും എല്ലാം എടുത്ത് വൃത്തിയാക്കാനൊക്കെ പറഞ്ഞു. ആ ഒരു ഏരിയ വൃത്തിയാക്കിക്കോളും. കുറച്ച് 1-2 പ്ലാസ്റ്റിക്കിൻ്റെ കവറും ഓൻ്റെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ട് ഫിസൂനെ കൊണ്ടും ഇക്കാനെ കൊണ്ടും ഞാൻ തന്നെയൊക്കെ അങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ ഇട്ട് അലക്കാനുള്ളതൊക്കെ അല്ലേ, അതൊക്കെ മേലെ കൊണ്ടുപോയി വിരിക്കലും ഒക്കെ പാരലായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് ഫ്ലോറ് മെസ്സായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇറിറ്റേഷനാണ്. പിന്നെ നമ്മൾ അതിലൂടെയൊക്കെ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇങ്ങനെ ഈ ചെളി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ. എനിക്ക് ഇറിറ്റേഷനാണ്. അപ്പോൾ ഞാനതൊക്കെ വൃത്തിയാക്കി ഇനിയിപ്പോൾ എന്താണ്, ജസ്റ്റ് ഫ്ലോറും കൂടിയും ഒന്ന് അടിച്ച് തുടച്ചെടുത്താൽ ആ ഒരു പരിപാടി കഴിഞ്ഞു. പിന്നെ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പക്ഷെ എനിക്ക് വേറെ ഗ്യാപ്പൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഞാനിപ്പം വേറൊരു പരിപാടിൻ്റെ ഇടയിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം വോയിസ് കൊടുക്കുകയാണ്. എനിക്ക് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, എല്ലാം കൂടി ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ഞാൻ രാവിലെ നേരത്തെ പോകണം. അപ്പോൾ വീട്ടിലെത്തുമ്പോഴും ഒരു നേരമാവും. പിന്നെ അത് കഴിഞ്ഞ് ഇതിലോട്ടൊന്നും ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവാറില്ല. അപ്പോൾ സമയം കിട്ടുമ്പോൾ എടുത്ത് വെച്ചിട്ട് പതുക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യലാണ്. അപ്പോൾ അത്രയും പണിയൊക്കെ കഴിഞ്ഞു. ഇനി പുറത്ത് പോകാനുണ്ട്, നമുക്ക് ഫുഡൊക്കെ ഏൽപ്പിക്കണം. പിന്നെ ഞങ്ങൾ ഇരുന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്, എന്തൊക്കെയാണ് എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഇന്ന് നമ്മളെ പാർട്ടി ഐറ്റംസ് ഒന്നും കുക്ക് ചെയ്യുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ് കേട്ടോ. ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അയൺ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ എൻ്റെ ഫോണ് ഡിസ്പ്ലേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നാക്കിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, അതിൻ്റെ കവർ ഇടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നു. പിന്നെ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അപ്പം തന്നെ എടുത്തു വെച്ചു. നമുക്കിന്നത്തെ മെനു എന്താണെന്ന് വെച്ചാൽ മന്തി ഉണ്ട്, നമ്മുടെ പെരി പെരി അൽഫാം, പിന്നെ നമുക്ക് പെപ്പർ ബീഫ്, പൊറോട്ട, വെള്ളപ്പം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചോറും നമ്മൾ ബീൻസിൻ്റെ തോരൻ, പിന്നെ ഫിഷ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫുഡൊക്കെ അങ്ങോട്ട് തീരട്ടെ വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാതെ തന്നെ തിരിച്ച് വന്നു. എന്താ കുറച്ച് ഫിഷ് ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മൾ ഈവനിങ്ങിലേക്കുള്ള ഈ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളൊരു പരിപാടി ഭംഗിയായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക, ഓർഗനൈസ്ഡ് ആയിട്ട് പോകണം അല്ലേ. അപ്പം ഞാൻ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ എടുത്ത് ഫ്രീസറിലോട്ട് വെച്ചു. അതിൻ്റെ ശേഷം ഇതാ പ്ലേറ്റ്സ്, അതുപോലെ ഓരോ ബൗളുകൾ, ജഗ്, ഗ്ലാസ്, കപ്പ്, അങ്ങനത്തതെല്ലാം കഴുകി, സ്പൂണ് എല്ലാം കഴുകിയിട്ട് ഒരു സൈഡിൽ വെച്ചു കേട്ടോ, എല്ലാവർക്കും കാണുന്ന രീതിയിൽ. പിന്നെ എന്താ, അങ്ങനെ ഞങ്ങളെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് റിലാക്സൊക്കെ ചെയ്തു. അന്ന് ഈവനിങ് ആയപ്പോൾ ചെറുതായിട്ട് ഒന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീടൊക്കെ അത്യാവശ്യം ക്ലീനായിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളവിടെ ജ്യൂസ് അടിക്കുന്നുണ്ട്. നമ്മൾ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം. ഇക്കാണ് ജ്യൂസ് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇക്ക ഫുഡ് വന്നേരം അതിൻ്റെ പേയ്മെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതായിരുന്നു. ഇനി ജ്യൂസ് അടിക്കാനൂടി ഉണ്ട്. പിന്നെ എന്താ, എല്ലാവരും വന്നിട്ട് ഫുഡ് നമ്മൾ സെർവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് നോക്കുകയാണ് ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ കിച്ചണിലെ കിച്ചൺ നമ്മളൊരു പരിപാടിയൊക്കെ ഉള്ള സമയത്ത് ആദ്യം തന്നെ കിച്ചണല്ല വീട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി, പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് സെർവ് ചെയ്യാനുള്ള പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്തൊന്ന് കഴുകി വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ സമയം കിട്ടുമല്ലേ. അപ്പോൾ നമുക്ക് വരുന്ന ആൾക്കാരെ കൂടെ സ്പെൻഡ് ചെയ്യാനും എല്ലാത്തിനും സമയം കിട്ടുമല്ലോ. പിന്നെ ആദ്യത്തെ എൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇക്കാൻ്റെ വീട്ടുകാർ, അവർക്ക് വേറൊരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത്. അവർ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പുറത്തേക്ക് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്രയും പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം അതിൻ്റെ സിസ്റ്റർ പാത്രങ്ങൾ മൊത്തം കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴുകിയത് കൊണ്ട് പെട്ടെന്ന് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഫ്രഷ് ആവുക, പ്രയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കിടന്നാൽ മതി.
പിന്നെ ബാക്കി വന്ന ഫുഡ് ഐറ്റംസൊക്കെ ഇതാ കണ്ടെയ്നറിലാക്കി എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ ഒന്നും കുക്കൊന്നും ചെയ്യണ്ട. ഈ നേരമൊക്കെ അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഡേ പോകാൻ ഭയങ്കര മടിയായിട്ട് നെക്സ്റ്റ് ഡേക്ക് ഞാൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കാഷ്വൽ ലീവും സിക്ക് ലീവും ഉണ്ടല്ലോ, അപ്പോൾ അതിലെ ഒരു ലീവ് ഞാനങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താണ്, ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കിടക്കാൻ വേണ്ടി പോവാണ്. അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.